ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ക്രീപ്പ് പേപ്പർ വെച്ചിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. അതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ ക്രീപ്പ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ വീതിയിൽ കുറച്ച് പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ഓരോ പീസിനെയും 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ പീസിൻ്റെയും ഒരു സൈഡ് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പെറ്റൽസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ അത് ആ ഷേപ്പൊക്കെ കിട്ടിക്കോളൂ കേട്ടോ. ഇനി അതിൻ്റെ ആ മുകളിൽ വരുന്ന ആ ഒരു ഭാഗം കൈ വെച്ചിട്ടൊന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാ പെറ്റൽസും ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പെറ്റൽസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 23 പെറ്റൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി യെല്ലോ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഫിനിക്സ് പേപ്പർ തന്നെയാണ് ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ചെറിയ സ്ട്രിപ്സുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പേപ്പറിന് നമ്മൾ ക്രീപ്പ് പേപ്പർ, ഫിനിക്സ് പേപ്പർ എന്നൊക്കെ പറയാറുണ്ട്. നാട്ടിൽ നമുക്ക് ക്രീപ്പ് പേപ്പറാണ് കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റൂല, ഇത്ര അങ്ങോട്ട് സ്ട്രെച്ച് ആവാറില്ല. അപ്പോൾ ഫിനിക്സ് പേപ്പർ തന്നെ വരുന്നതാണ് കേട്ടോ നാട്ടിലൊന്നുകൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. ഇനി കട്ട് ചെയ്തിട്ടുള്ള ഓരോ സ്ട്രിപ്സും ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ പിരിച്ചെടുക്കാം. അപ്പോൾ അതാ എല്ലാം അങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസ് കമ്പിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഒരറ്റം ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ആ പേപ്പറിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ കമ്പിയിലൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ കമ്പിയിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ത്രെഡ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി പെറ്റൽസൊക്കെ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ എല്ലാ പെറ്റൽസിൻ്റെയും താഴ്ഭാഗം കൈ വെച്ചിട്ടൊന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ ലെയറിലും എത്ര പെറ്റൽസാണ് വെക്കേണ്ടതെന്ന് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നോക്കിയിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ 5 ലെയറായിട്ട് ആ പെറ്റൽസൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ കമ്പിയിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ആ കമ്പിയിൽ നന്നായിട്ട് തന്നെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ അടിപൊളി ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വേറെ 2 ഫ്ലവറും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ ഫ്ലവറും ഒരു ചെറിയ ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സും കൂടെ വെച്ചിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഏത് പ്രായക്കാർക്കാണെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇതിൻ്റെ മുന്നേ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്, പല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടും ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കുക. പിന്നെ വേറെ വെറൈറ്റി ക്രാഫ്റ്റുകൾ കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഇത് ഒരു ഫ്ലവർ പോട്ടിലാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.